കേരളത്തിൽ ലഹരിക്കെതിരെ പിണറായി സർക്കാർ മുൻകൈ എടുക്കാത്തതിനാലാണ് നേരിട്ട് രംഗത്തിറങ്ങിയതെന്നും സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളം കൊളംബിയ എന്ന രാജ്യം പോലെയാകുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു പോരാടണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. യുഎയിലെ ഷാർജയിൽ ഇൻകാസ് കേന്ദ്ര കമ്മിറ്റിയുടെ ഇഫ്താർ ടെന്റിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മാർച്ച് 1 മുതൽ ഷാർജയിൽ നടന്നുവരുന്ന ഇൻകാസ് UAE കമ്മിറ്റിയുടെ ഇഫ്താർ ടെന്റിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലഹരിക്കെതിരെ തുടങ്ങിവെച്ച പോരാട്ടം വിശദീകരിച്ചത്. ലഹരിക്ക് അടിമയായാൽ ഒരാളുടെ ജീവിതം മാത്രമല്ല, ഒരു തലമുറയാണ് നശിക്കുന്നത്. നാട്ടിൽ ലഹരിക്ക് അടിമകളായവരെ മാറ്റിയെടുക്കാൻ പ്രവാസി കുടുംബങ്ങളും രംഗത്തിറങ്ങണം. ഇതിന് റംദാൻ എന്ന ഈ പുണ്യമാസകാലത്തെ പ്രവാസികൾ ഉപയോഗിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിനകത്ത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു കാലഘട്ടമാണ്. ഇതിനെ ശക്തമായി ഭരണകൂടമാണ് ശക്തമായി നടപടികൾ സ്വീകരിക്കേണ്ടത്. ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കേരളം ഒരു കൊളംബിയയെ പോലെയുള്ള രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പുതിയ തലമുറ അവർ ലഹരിക്ക് അടിമകളായാൽ അവരുടെ ജീവിതം മാത്രമല്ല, ഒരു തലമുറയുടെ ജീവിതമാണ് ഇവിടെ നശിക്കുന്നത്. ചടങ്ങിൽ ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് അധ്യക്ഷത വഹിച്ചു. വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ VT സലിം, സുബൈർ ബെറി മൗണ്ട്, പ്രശാന്ത് പാൻഫ്രഷ്, ബഷീർ തബാസ്കോ, SM ജാബിർ, ബിജു എബ്രാഹിം, അബ്ദുൽ മനാഫ്, K ബാലകൃഷ്ണൻ, നാരായണൻ നായർ, KC അബൂബക്കർ, സഞ്ജു പിള്ള, CA ബിജു, BA നാസർ, ഷിജി അന്ന ജോസഫ്, അശോക് കുമാർ, ഷാജി ഷംസുദ്ദീൻ, രാജി S നായർ, സിന്ധു മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികൾ ഉൾപ്പെടെ 1000-ലധികം പേരാണ് ഓരോ ദിവസവും UAE ഇൻകാസിന്റെ ഇഫ്താർ ടെന്റിൽ എത്തുന്നത്. ജയ് ഹിന്ദ് ന്യൂസ്, ഷാർജ.